We want their bank account and details before they go. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് റിവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ ഇതിലേക്ക് എത്ര കാണാം. നമുക്ക് ഒരു സാധാരണ ഒരാളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം നിങ്ങൾ ഇതിൽ നിന്ന് എത്ര കാശ് ഉണ്ടാക്കി എന്നുള്ളത്. കാരണം നിങ്ങൾ 5 ലക്ഷം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളാത്ത നിങ്ങളെ നമ്മളെങ്ങനെ വിശ്വസിക്കും? മനസ്സിലായില്ലേ? അതായത് വിശ്വസിക്കില്ല. ഓസിയുടെ ഒരു മാസം ബിസിനസ്സിന് എത്ര കിട്ടുന്നത് നിങ്ങൾക്കും അറിയാം നമുക്കും അറിയാം. അതിന്റെ പകുതിയാണ് 5 ലക്ഷം. നിങ്ങൾ എത്ര വർഷം മുമ്പ് ആദ്യം ചെയ്തത്? എത്ര നാള് മുമ്പാണ് നിങ്ങൾ ഈ മോഷണം? അത് കിട്ടിയ സ്ക്രീൻഷോട്ട്സ് മാത്രം. കിട്ടാത്ത സ്ക്രീൻഷോട്ട്സ് അതിനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി, ആരാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്? നിങ്ങൾ മൊബൈലിൽ അല്ല, പുള്ളിക്ക് ഇത് വേസ്റ്റാണ്. ഇതിൽ ഒരാളും സത്യം പറയത്തില്ല. ഞാൻ ഇപ്പൊ ഒറ്റക്കെട്ടാകുമ്പോ ഒരുമിച്ച് പോവാലോ, കൂട്ട് കാണും. ഒരു സെക്കൻഡ്, ഇത് ആരാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്? വിനിതയാണ് ആദ്യം വന്നത്. എത്ര നാള് മുമ്പാണ് ഇത് ആദ്യം വെച്ചത്? ആ ടൈം ലൈൻ പറയും. ഒരു പ്രാവശ്യം സത്യം അറിഞ്ഞുകൊണ്ട് പോകാൻ മനസ്സിലായത്. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ? സത്യം പറഞ്ഞാൽ നമുക്കിത് ക്ലീൻ ആയിട്ട് ഡീൽ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ചോദിക്കുന്നത് പോലെ പോലീസ് ആയിരിക്കും എന്ന് ചോദിക്കുന്നത്. വല്ല ആവശ്യമുണ്ടോ അതിന്റെയൊക്കെ? നമുക്ക് ആഗ്രഹമില്ല. എനിക്ക് ഒരിടത്ത് പോകണമെന്നില്ല. കാരണം നമുക്ക് അതിനുള്ള സമയമില്ല, സാവകാശമില്ല. പക്ഷെ ചെയ്തേ പറ്റൂന്ന് വെച്ചാൽ നമുക്ക് വേറെ വഴിയില്ല. കാരണം ഇതവർ തമാശയ്ക്ക് ചെയ്യുന്ന ബിസിനസ് അല്ല, ഇതവരുടെ ജീവിതത്തിന്റെ ജോലിയാണ്. പറ, എപ്പോഴാണ് ഇത് ആദ്യമായിട്ട് ചെയ്തത്? എത്ര നാൾ മുമ്പാണ് ആദ്യമായിട്ട് ചെയ്തത്? അഭിനയിക്കാൻ അറിയില്ല, പക്ഷെ ഈ കുട്ടി പറഞ്ഞു ഓഗസ്റ്റിലാണെന്ന് പറഞ്ഞു. ഓഗസ്റ്റിലാണ് ആദ്യമായിട്ട് ചെയ്തത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ആയപ്പോ നിങ്ങൾ വിചാരിച്ചാണ് എന്തായാലും ഇത്ര ഇൻകം വരുമല്ലേ, കുറെ നമുക്ക് കൂടി എടുക്കാന്ന് വിചാരിച്ചാണ് അല്ലെ? അപ്പൊ നിങ്ങൾ എന്ത് വിചാരിച്ചു? നിങ്ങളുടെ ഒരു കുറ്റബോധം തോന്നി, കുറ്റബോധം തോന്നി, എന്നിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതെപ്പോഴും അവസാനമായിട്ട് നിങ്ങൾ ചെയ്താൽ അതറിയട്ടെ. ഈ പറഞ്ഞു വിടുന്നതിന് എത്ര നാൾ തോന്നിയില്ല. കാരണം ഇന്നലെ രാവിലെ കൂടെ വിവിധ എല്ലാം ക്രെഡിറ്റ് ചെയ്തതേ ഉള്ളൂ. ആദ്യം സാലറി ക്രെഡിറ്റ് ആവട്ടെ. ഇവരെ കണ്ടറിയാം, ഇവരറിഞ്ഞിട്ടില്ല. ഇത് നാട്ട കേസ് സഹിക്കാൻ വയ്യാതെ നിൽക്കുവാണ്. അച്ഛനമ്മയൊക്കെ ഇനി ടിവിയിലും ഫോണിലും പേപ്പറിലും അറിയണ്ടെങ്കിൽ മര്യാദക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തരാൻ പറയാം. സ്വർണ്ണങ്ങളൊക്കെ ഇട്ടിട്ടില്ലേ എല്ലാം. കംപ്ലൈന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ചേച്ചി എന്താണ് ഇങ്ങനെ പറയുന്നത്? നമ്മൾ എത്ര ഓർഡർ നന്നായിട്ട് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തുണ്ടെങ്കിൽ ആരെയും വിശ്വസിക്കാൻ പാടില്ലെന്നാണ് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ കേസ് എന്ന് തന്നെ പറയും. ഇപ്പോഴത്തേക്ക് ഉണ്ടെങ്കിൽ ഇവരെ കണ്ടാൽ തന്നെ പാവങ്ങളായിട്ടായിരിക്കും ആദ്യമേ തോന്നുന്നത്. എന്നിട്ട് പക്ഷേ ഇവർ കാണിച്ച പണി എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു മണ്ടത്തരം, അതോടെ തന്നെ ഒരു മാപ്പ് ഇറക്കിക്കാൻ പറ്റാത്ത ഒരു തെറ്റ് കൂടിയാണ് അവർ ചെയ്തത്. അത് എത്ര ലക്ഷം രൂപയാണ് അവരിൽ നിന്ന് അടിച്ചു മാറ്റിയത്. അതൊരു 4-5 മാസം കൊണ്ട് തന്നെ ഇത്രയും ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇവർ ഭയങ്കര വലിയ ക്രിമിനൽസ് ആണ്. ഇവർക്കൊന്നും വേറെ ആരും ജോലി കൊടുക്കാനേ പാടില്ല. അവരുടെ കുടുംബത്തിനെ തന്നെ സംശയിക്കണം. അത്ര രീതിയിലുള്ള ഫ്രോഡ് തരമാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ്. ഇപ്പോൾ തന്നെ 60-65 ലക്ഷം ഉണ്ടെങ്കിൽ ഇവരുടെ ബാക്കിൽ കൂടെ തന്നെ ഇതേ ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടെ തന്നെ ഇവർ കഷ്ടപ്പെട്ട് പൈസ കൊടുത്ത് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് അവരുടെ ഇഷ്ടത്തിൻ്റെ അടുത്ത് ആൾക്കാർക്ക് വിറ്റ് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനത്തുള്ള ഒരുപാട് ഫ്രോഡുകൾ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മളുണ്ടെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും നമ്മുടെ അടുത്ത് ജോലി അങ്ങനെ ചോദിച്ചു വരുവാണെങ്കിൽ ചിലപ്പോൾ അവരുടെ പാവപ്പെട്ട അവസ്ഥ കണ്ടിട്ട് നമ്മളുണ്ടെങ്കിൽ ജോലി എടുക്കും. പക്ഷെ അതൊക്കെയാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക്. അതുണ്ടെങ്കിൽ അവർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് പറയും പാവങ്ങളെ സഹായിക്കണം, ഇങ്ങനത്തെ ഉള്ളവർക്കാണ് സഹായിക്കേണ്ടത്. പക്ഷേ അങ്ങനെ സഹായിച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും. സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്തുണ്ടെങ്കിൽ അധികം ആൾക്കാരെ വിശ്വസിക്കാനേ പാടില്ല. ഇങ്ങനത്തെ ഉള്ളവരാണ് നമ്മുടെ നാട്ടിൽ അധികമായിട്ടുള്ളത്. എങ്ങനെ ബാക്കിയുള്ളവർ ഊറ്റി പൈസ ഉണ്ടാക്കുക, അല്ലെങ്കിൽ എങ്ങനെ ബാക്കിയുള്ളവർ പൈസ നമ്മളെ കൈ വരുത്തിക്കുക എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നവരാണ് നമ്മുടെ നാട്ടിൽ പാതി ആൾക്കാർ ഇന്നുള്ളത്. അതിലുണ്ടെങ്കിൽ അവർക്കൊന്നും ഒരു കൂസലേ ഇല്ല. അവർ ഇത്രയും പൈസ എടുത്ത് അതെന്നൊക്കെ ഭയങ്കര സാധാ രീതിയിലാണ് പറയുന്നത്. എന്നിട്ടുണ്ടെങ്കിൽ ഇത് ഇവരുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഉണ്ടെങ്കിൽ സാധാ രീതിയിൽ സംസാരിച്ച് തീർക്കാമെന്നുള്ളൊരു ധാരണയിലാണ് പിരിഞ്ഞത്. എന്നിട്ട് പോലും ഉണ്ടെങ്കിൽ ഇവരുണ്ടെങ്കിൽ കള്ളക്കേസ് കൊടുക്കുകയും ഞങ്ങളെ 3 നേരെ തട്ടിക്കൊണ്ട് പോയിരുന്നു. അതോടെ തന്നെ ഉണ്ടെങ്കിൽ അവർ പറഞ്ഞിട്ടാണ് ടാക്സ് വെട്ടിച്ചെന്നുള്ള രീതിയിലൊക്കെ പല രീതിയിലാണ് ഇത് കണക്കുള്ള ഇൻ്റർവ്യൂസിൽ അതോടെ തന്നെ മീഡിയയ്ക്ക് മുമ്പിൽ വന്നിരുന്ന് പറഞ്ഞത്. പക്ഷേ ഇവർക്ക് പറ്റിയ മണ്ടത്തരം എന്ന് പറയുന്നത് ഇവർ തന്നെ ഒരു ഓഡിയോ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇവർ തന്നെ സമ്മതിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഇതേ കണക്കുണ്ടെങ്കിൽ പൈസ എടുത്തെന്നുള്ളൊരു കാര്യം സമ്മതിച്ചെന്നില്ല. പിന്നെ എന്തിനാ ഇതിനകത്തുള്ള കാര്യം ചെയ്തതെന്ന് അത് ഇവർ തന്നെ റിലീസ് ചെയ്യുക. അത് അവർക്ക് ഭയങ്കര ഉപകാരപ്പെടുകയും ചെയ്തു. സോ എങ്ങനെയായിരുന്നാലും ശരി, അവർക്കുണ്ടെങ്കിൽ ഇവരെ വെറുതെ വിടാനേ പാടില്ല. ആ പൈസ എങ്ങനെയായാലും തിരിച്ചു വാങ്ങണം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് 3 പേർക്ക് അറിയിക്കുന്ന ശിക്ഷയും വാങ്ങിച്ചു കൊടുക്കണം. അതാണ് കറക്റ്റായിട്ടുള്ള ഒരു കാര്യം കൂടി. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എന്നാലേ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ.